നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവനെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ. ഇന്ന് ഇവനിട്ടൊരു പണി കൊടുത്താലോ? അതെ, ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പണം കിട്ടും. പണം കിട്ടാനുള്ള എല്ലാ നടപടികളും ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും കിട്ടുമല്ലോ. അജേട്ടാ, ആ അജേട്ടനോട് തന്നെയാ. എന്താ? ആ തുണിയൊന്ന് എടുത്തു തരുമോ? തുണിയോ? വിളക്ക് തുടയ്ക്കാനാ. അവന്റെ ശരിക്കുള്ള സ്വഭാവം വന്നു തുടങ്ങി പുറത്ത്. കാണിച്ചു കൊടുക്കാം. താങ്ക് യു. അതെ, ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക. അങ്ങോട്ട് തിരിച്ചു വിളിക്കാം കേട്ടോ. അജേട്ടാ, അതെ, ഞാനൊരു കാര്യം പറഞ്ഞ കളിയാക്കാണെന്ന് വിചാരിക്കരുത്. എന്താ പറ. അതെ, ഏട്ടനെ മൊത്തത്തിൽ കാണുമ്പം എനിക്ക് രാജമാണിക്യത്തിലെ മമ്മൂട്ടി ഓർമ്മ വരുന്നത്. ആണോ? സത്യം. എന്നോടാരും ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അത് കലാബോധം ഇല്ലാത്തവരാ. ശരിക്കും? ഇവിടെ ഇരിക്കെ. പിന്നല്ലാതെ. അതെ, ആ ഇടത്തെ കണ്ണും കൂടെ പൊട്ടക്കണ്ണായിരുന്നെങ്കിലേ ആരും അങ്ങനെ പറയൂ. ആണോ? അയ്യോ, ഞാനിങ്ങനെ സംസാരിക്കുന്നത് ആ പ്രസീത കാണണ്ട. ഇനി അത് മതി ഒരു പ്രശ്നത്തിന്. ഓ, അവളോട് പോകാൻ പറ. അവക്ക് തീരെ കലാബോധം ഇല്ലാത്തവളാ. ഞാൻ ഈ ഡ്രസ് ഇടുന്നതും മാല ഇടുന്നൊന്നും അവക്ക് തീരെ ഇഷ്ടമല്ലെന്നേ. അത് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. ചിലപ്പോ ആരെങ്കിലും അടിച്ചോണ്ട് പോയാലോ? ഇയാള് കൊള്ളാമല്ലോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും മിടുക്കിയ. ഏട്ടൻ എന്താ വിചാരിച്ചത്? അല്ല, ഞാൻ വിചാരിച്ചതേ ജാനകി എപ്പോഴും ദേഷ്യക്കാരിയാന്നാ. ദേഷ്യക്കാരിയൊക്കെ തന്നെയാ. എന്നാലും ഞാനും ഒരു സ്ത്രീയല്ലേ. അയ്യോ, കണ്ടില്ലേ? ഈ ചിരി പോലും ബെല്ലാരി രാജയുടെ ചിരിയാ. ആണോ? നേരത്തെ ചേട്ടൻ അവിടെ നിന്ന് നടന്നു വന്നില്ലേ? ഡിറ്റോ ബെല്ലാരി രാജ തന്നെ. ആണോ?
അയ്യേ, നീ ഇത്ര പെട്ടെന്ന് ഫ്ലാറ്റ് ആവുന്ന ഞാൻ കരുതിയില്ല മോനെ. അയ്യ. അജേട്ടാ, എന്താ ആലോചിക്കുന്നേ? അതെ, ഞാൻ ഒരു നിമിഷം ബെല്ലാരി രാജയെ കുറിച്ച് ഓർത്തുപോയി. ആണോ? അപ്പൊ അതിലങ്ങ് നിന്നു പോയതാ. അയ്യോ, അയ്യോ, ഒരു സൗണ്ട് കേട്ടില്ലേ? സൗണ്ടോ? ഞാനൊന്നും കേട്ടില്ല. അയ്യോ, ഞാൻ കേട്ടു, ആരോ വരുന്നുണ്ട്. ഏയ്, ഒന്നുമില്ല, ആരുമില്ല, ആരും വരുന്നില്ല. ചേട്ടാ, നമുക്ക് പിന്നെ സംസാരിക്കാം. അതെ, പിന്നെന്ന് പറഞ്ഞാൽ എപ്പോഴാ? അതെ, റൂമിലേക്ക് വന്നാ മതി. സത്യം? ശരി. അതെ, മറക്കരുത്, ഞാൻ കാത്തിരിക്കും. ഞാൻ വരും. ഈശ്വര, ഞാനീ കണ്ടത് സ്വപ്നമാണോ? ഇന്ന് ഞാനൊരു കലക്കും. പാണ്ടിമേളപ്പാട്ടും കൂട്ടും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പാണ്ടിമേളപ്പാട്ടും കൂട്ടും പക്കമേളപ്പാട്ടും തകിലും നാട്ടുകൂട്ടം. ആഹാ, അജേട്ടൻ എങ്ങോട്ടേക്ക് സ്പ്രേയും പൗഡറും ഒക്കെ ഇട്ട് രാത്രിയില്? ഞാൻ എങ്ങും പോകുന്നില്ലടി. ഇന്നെന്തോ ഒരു പ്രത്യേക മൂഡ് തോന്നി സ്പ്രേ അടിച്ചതാ. എന്തുപറ്റി? പുതിയ ശീലങ്ങളൊക്കെ ആണല്ലോ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? നിനക്ക് ഇതുപോലൊക്കെ ചെയ്യാമല്ലോ.